ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഗ്ലാപ്പോർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ച് കേൾക്കാൻ വേണ്ടി വന്നതാണ്. സോ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു 1 മിനിറ്റ് പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. ഓക്കെ, ഹായ് ഓൾ. ഗ്ലാപ്പോർട്ട് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടി ഈ ഒരു സ്പെഷ്യൽ മീറ്റിംഗിന്റെ ഇൻവൈറ്റ് ലിങ്ക് ലഭിച്ച് ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ആക്റ്റീവായി പെർഫോം ചെയ്യുന്ന മുഴുവൻ ഗ്ലാപ്പോർഡിയൻസിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ അനില ഫ്രം പാലക്കാട്. പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. ടാസ്ക് മന്ത്രിൽ 2 വർഷത്തിന് മുകളിലായി വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ടാസ്ക് ഫോഴ്സ് ആണ് ഞാൻ. ഓക്കെ, ഈ ഒരു ഗ്ലാപ്പോർട്ട് കമ്പനിയെ കുറിച്ച് പരിചയപ്പെടുന്നതിന് മുൻപ് ഇതിന്റെ മദർ കമ്പനിയായ ടാസ്ക് മന്ത്രിയെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം 2021 രജിസ്റ്റർ ചെയ്ത് 2022 നമ്മുടെ പബ്ലിക്കിലേക്ക് വന്ന ഒരു കമ്പനിയാണ് ടാസ്ക് മന്ത്ര. AWS, ജിയോ ട്രസ്റ്റ്, ക്ലൗഡ് ഫ്ലയർ, ഗൂഗിൾ ആഡ്സെൻസ് ഇവരൊക്കെയാണ് നമ്മുടെ ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ്. നമ്മുടെ പാരന്റ് കമ്പനി വെക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ ഡിജിറ്റലി, പേഴ്സണലി, മെന്റലി ഓർ ഫിനാൻഷ്യലി ഒക്കെ എംപവർ ചെയ്യുക എന്നതാണ്. എനിക്ക് ഈ ടാസ്ക് മന്ത്രിയിൽ തുടക്കത്തിൽ തന്നെ വരാൻ സാധിച്ചു. ഇപ്പോ നിലവിൽ 1,20,000-ലധികം ആളുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ ഒരു ടാസ്ക് മന്ത്രിയുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റെവല്യൂഷൻ ആയിട്ടുള്ള ഗ്ലാപ്പോർട്ട് എന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗ്ലാപ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു 1 അവറിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കമ്പനി എന്താണെന്നും എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്ട്സ് എന്നും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കാമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ ഒരു സാർ അവൈലബിൾ ആണ്. ജോമോൻ ഫ്രാൻസിസ് എന്നാണ് സാറിന്റെ പേര്. സാറ് തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹം നമ്മുടെ ടാസ്ക് മന്ത്രിയുടെ ഓൾ കേരള പ്രൊമോട്ടർ ആയിരുന്നു. ഓൾ കേരള അല്ല, സോറി, ഓൾ ഇന്ത്യൻ പ്രൊമോട്ടർ ആയിരുന്നു. ജസ്റ്റ് 1 നിന്നും തുടങ്ങി 1,00,000, ഞാൻ പറഞ്ഞു 1,00,000-ന് മുകളിൽ ആളുകളുണ്ട്. 1,00,000-ന് മുകളിൽ സ്ത്രീകൾ, 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ടാസ്ക് മന്ത്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് A to Z കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പറഞ്ഞു തന്ന് ഞങ്ങളെ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത സാറാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാനപ്പോൾ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോമോൻ സർ, പ്ലീസ് വെൽക്കം സർ. ഗുഡ് ഈവനിങ്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സർ, ഓഡിയബിൾ. താങ്ക് യു. ഗ്ലാപ്പോർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ടെക്നോളജി റെവല്യൂഷനിൽ നമ്മുടെ ജീവിതമാർഗം കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഗ്ലാപ്പോർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി നിങ്ങൾക്ക് തരുന്ന അവസരത്തിലൂടെ നിങ്ങൾക്ക് ആയിത്തീരാൻ സാധിക്കുക. അപ്പൊ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ അധികം സമയം കളഞ്ഞില്ല, ഞാൻ എൻ്റെ നേരെ പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. സ്ക്രീൻ കാണാലോ അല്ലെ? ഇവിടെ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്ത അനില പറയുകയുണ്ടായി, ടാസ്ക് മന്ത്ര എന്ന് പറയുന്ന ഒരു പാരന്റ് കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്ലാപ്പോർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വന്നിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും 2022 പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പേഴ്സണലി, അവരുടെ ഡിജിറ്റലി, പേഴ്സണലി, ഫിനാൻഷ്യലി എംപവർ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി
ഇന്ന് ഏകദേശം 1,12,000 സ്ത്രീകൾ ലോകത്തിലെ 22ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള സ്ത്രീകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ്. അവർക്ക് അവരുടെ പലതരത്തിലുള്ള ഡൗട്ട്സുകൾ ഡിസ്കസ് ചെയ്യാനും പലതരത്തിലുള്ള അറിവുകൾ നേടാനും അതിലൂടെ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കുന്നുണ്ട്. മാസം തരക്കേടില്ലാത്ത വരുമാനം ഇന്ന് നിരവധി സ്ത്രീകൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നേടി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ അതിന് ആ ടാസ്ക് മന്ത്ര എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് ഒരു എക്സ്ട്രാ എനർജി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്ലാപ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ആസ്ഥാനം വരുന്നത് ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറെ ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകളാണ് ഈ പ്രോജക്ടിന്റെ പുറകിലുള്ളത്. ടാസ്ക് മന്ത്ര എന്ന് പറയുന്ന കമ്പനിയുടെ പുറകിലുള്ളത്. അവരുടെ ഒരു സിസ്റ്റർ കൺസേൺ എന്നുള്ള രീതിയിലാണ് ഗ്ലാപ്പോഡ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തിൽ ഇനി നമ്മൾ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇന്ന് നിരവധി ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ആണെങ്കിലും നമ്മളൊന്ന് ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ആണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രൂ കോളർ ആണെങ്കിലും നമ്മൾ വഴി അറിയാൻ വേണ്ടി ഇടുന്ന നമ്മുടെ ഗൂഗിൾ മാപ്പ് ആണെങ്കിലും ഇതൊക്കെ ഒരു തരം ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ സാധ്യത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രൊഡക്റ്റുകളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച് കൃത്യമായ അവയർനെസ് കൊടുത്ത് അത്തരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ടാസ്ക് മന്ത്രയുടെ പുതിയ കമ്പനിയായിട്ടുള്ള ഗ്ലാപ്പോടെക് നിങ്ങൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല ഇന്ത്യയിൽ നിയമപരമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള രീതിയിലാണ് ഈ പ്രൊഡക്റ്റുകളെ കമ്പനി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2019 പൂർണ്ണമായും പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഉള്ളിൽ നിയമമായി വന്നിരിക്കുന്ന 2021 മുതൽ ഇവിടെ ഇംപ്ലിമെന്റ് ആയിരിക്കുന്ന ഈ കഴിഞ്ഞ 19-ാം തീയതി മുതൽ കേരളത്തിൽ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടി ജെനുവിനായ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്ന, അങ്ങനെ പൂർണ്ണമായിട്ടും ലീഗലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നല്ല പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്ന കമ്പനി എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ പ്രൊഡക്ട്സുകളാണ്. പലതരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സുകളുണ്ട്. നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടാനുള്ള അവസരം വരികയാണ്. അത്തരം പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാന മാർഗം കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ സാധ്യത. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരം പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ മറ്റേത് പ്രൊഡക്റ്റുകൾ എടുത്താലും അതിന് വീണ്ടും നമുക്ക് അതിന്റെ കോസ്റ്റ് വന്നുകൊണ്ട് ഇവിടെ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്രയും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് വരുന്നത്. പിന്നീട് അതിന്റെ അപ്ഡേഷൻസും സർവീസുകൾക്കും മാത്രം കമ്പനി നോക്കിയാൽ മതി. അടുത്ത ട്രൈ ബിഫോർ യു ബൈ. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. 30 ദിവസം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കമ്പനി പറയുന്നു നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണ്ട, നിങ്ങൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ മതി. ട്രൈ ബിഫോർ യു ബൈ. ആ രീതിയിൽ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എൻലെസ് ഷെൽഫ് ലൈഫ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയറി ഡേറ്റ് ഇല്ല. അതായത് അതിന്റെ കീ പൊട്ടിക്കുന്നത് വരെ, അതിന്റെ അടപ്പ് തുറക്കുന്നത് വരെ അതിന് ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ 1 മാസമോ 2 മാസമോ 5 മാസമോ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കേടുവന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിറ്റ് കാശ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വെയർ ഹൗസ് ഫ്രീ. നമുക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ എടുത്തു വെക്കാൻ വേണ്ടി നമുക്ക് ഒരു വെയർ ഹൗസിന്റെ ആവശ്യമില്ല, ഒരു ഗോഡൌണിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹസിൽ ഫ്രീ ഹാൻഡ്ലിംഗ്. നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ്. ഇത്തരം പ്രൊഡക്റ്റുകൾ ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ബാഗിലിട്ട് പ്രൊഡക്റ്റ് തൂക്കി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങളുടെ കൈകളിലുണ്ട്, നിങ്ങളുടെ ഫോണിലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സീംലെസ് ഡെലിവറി. ഇത് ഡെലിവറി കൊടുക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആ സെക്കൻഡിൽ തന്നെ, ആ നിമിഷം തന്നെ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല ഇതിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്. ഇത്തരം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രൈസ് സ്റ്റെബിലിറ്റി. ഇത്തരം സാധ്യതകൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഒന്നും ഒരു പരിധിവരെ ഇത്തരം പ്രൊഡക്റ്റുകളെ ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനധികം പ്രൈസ് വേരിയേഷൻസ് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ കീ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കറന്റ് റെവല്യൂഷന്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഫോബ് മാസികയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 കമ്പനികളിൽ 9 കമ്പനികളും ടെക്നോളജി കമ്പനികളാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസ് ആയിട്ടുള്ള 10 പേരിൽ 9 പേരും ടെക്നോളജിയെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ടെക്നോളജി റെവല്യൂഷനിൽ സാധാരണക്കാരായ നമുക്കും നിങ്ങൾക്കും ഒരു ടെക്നോളജി പ്രൊജക്ടിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തൊഴിൽ നേടിയെടുത്ത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജ് ആണ്.
അതുപോലെ തന്നെ ഡിജിറ്റൽ കൊമേഴ്സ്. ഇത്തരം ഞാൻ പറഞ്ഞ ഇനിയുള്ള കാലഘട്ടത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും അതിന്റെ ഭാഗമാകാനും നിങ്ങൾക്ക് സാധ്യത ലഭിക്കുന്നു. സ്കോപ്പ് ഓഫ് എഡ്യൂടെക്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വേർഡാണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ ലഭിക്കേണ്ടതാണ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കച്ചവടം എന്ന് പറയുന്നത് ഈ മേഖലയിൽ തന്നെയാണ്. നമുക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നല്ല കച്ചവടം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ സാധാരണക്കാരുടെ മക്കൾക്ക് പോലും ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ ആ രീതിയിൽ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സ്കോപ്പ് ഓഫ് എഡ്യൂടെക് നമുക്ക് വളരെയധികം മനസ്സിലാക്കിയെടുക്കാം. അത് നമ്മുടെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ആണ്. റൂട്ടഡ് ഇൻ ഇന്ത്യ. ഇത് 100% ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ എല്ലാ ഗ്രോത്തും അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്നതാണ്. എക്സ്പോർട്ട് ഡയറക്ട് സെല്ലിംഗ്. ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം തന്നെ നമുക്ക് ഡയറക്ട് സെല്ലിംഗിന്റെ സാധ്യതയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. എന്റർപ്രണർ ഓപ്പർച്യൂണിറ്റി. ഒരു ചെറിയ മുതൽ മുടക്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അത് വിൽപ്പന നടത്തിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാനും അതിലൂടെ തന്നെ ഒരു എന്റർപ്രണർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാനും സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ് നമ്മൾ ഈ കമ്പനിയിൽ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും എഡ്യൂടെക് മേഖലയിലെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ നിലവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 6 പ്രൊഡക്റ്റുകളാണുള്ളത്. അതിലൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CBSE. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം CBSE ആണ്. CBSEയുടെ NCERT സിലബസ്, അത് നഴ്സറി മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന CBSE സ്റ്റുഡൻസിന്റെ സിലബസ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെയുള്ള PDF നോട്ട്സുകളായിട്ട് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും PDF നോട്ട്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ മൈൻഡ് മാപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മൈൻഡ് മാപ്സ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം കൂടെ ഒരൊറ്റ പേജിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നിരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പേജിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ്, കുട്ടികൾക്ക് എടുത്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതുകൂടാണ്ട് ആനിമേഷൻ വീഡിയോയുടെ സാധ്യതയിലൂടെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും ആനിമേഷൻ വീഡിയോയുടെ സാധ്യതയിലൂടെ ഇവർക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQs അവൈലബിൾ ആണ്. 1, 2, 3 ടീച്ചേഴ്സ് ഒക്കെ ഓരോ ചാപ്റ്റേഴ്സും ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ ലിങ്ക്സ് അവൈലബിൾ ആണ്. അത് കൂടുതലും ഹിന്ദിയിലാണ് വരുന്നത്. ഇത് നമുക്ക് ഓൾ ഇന്ത്യ ബേസിലുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതലും ഹിന്ദിയിലാണ്. ചില ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇത് വളരെ ചെറിയ വിലയ്ക്ക് നമുക്ക് ആളുകൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാനും അത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി ഇത് നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലുള്ള ഏകദേശം 1600-ലധികം ഹയർ എഡ്യൂക്കേഷന്റെയും ജോബ്സിന്റെയും എക്സാമുകൾ അടങ്ങുന്ന വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് ExamPix എന്നാണ്. നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് examPix.com എന്നുള്ള സൈറ്റിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഉപയോഗിച്ച് ട്രയൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ജോബുമായി ബന്ധപ്പെട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന മോക്ക് ടെസ്റ്റുകൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് ExamPix എന്ന് പറയുന്നത്. അവിടെ ഏകദേശം 1600-ലധികം ഹയർ എഡ്യൂക്കേഷന്റെയും ജോബ്സിന്റെയും എക്സാംസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നടക്കുന്ന ഏത് എക്സാം, ഇപ്പൊ നീറ്റ് എടുത്തു കഴിഞ്ഞാൽ നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാംസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി PSCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ PSCകളും അവൈലബിൾ ആണ്. ഓരോ സ്റ്റേറ്റിന്റെ PSCകൾ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബാങ്കിങ് കോഴ്സുകൾ എടുത്താൽ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളുടെയും എക്സാംസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി IAS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന എക്സാംസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ISROയിൽ പഠിക്കുന്ന ആർക്കെങ്കിലും ISRO ജോബിൽ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ വേണ്ടുന്ന എക്സാംസുകൾ ഏതൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട എക്സാംസുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അഗ്നിവീറിന്റെ അടക്കം എക്സാംസുകൾ അടങ്ങുന്ന വലിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ExamPix എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. examPix.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. ഉപയോഗിച്ച് തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ.
അതുപോലെ തന്നെ എഡ്യൂപിക്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി എഡ്യൂപിക്സ് EDUPICKS എന്ന് പറയുന്ന എഡ്യൂപിക്സ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് അതിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് ഇംഗ്ലീഷ് പോഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് EnglishPod.in. നിങ്ങൾ ഗൂഗിളിൽ തന്നെ EnglishPod.in ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് കയറി വരും. ഇതിന്റെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം ഇന്ന് കുട്ടികൾ കൂടുതലും വിദേശ രാജ്യങ്ങളിലുള്ള പഠനത്തെ കുറിച്ചാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ പഠനം എന്ന് പറഞ്ഞാൽ കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് UK, കാനഡ, USA, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളിലേക്ക് മറ്റു ലോകത്തെ ഏത് രാജ്യങ്ങളിൽ നിന്ന് പഠനത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും പോകണമെങ്കിൽ അവിടെ ഇംഗ്ലീഷ് നല്ലപോലെ അറിഞ്ഞേ പറ്റുകയുള്ളൂ. നമുക്ക് അറിയാം ഇവിടെ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഈ വിദേശ പഠനത്തിനും ജോലിക്കും ആവശ്യമായ അവർക്ക് പോകാൻ ആവശ്യമായ IELTS, OET, PT ഇത്തരം കോഴ്സുകള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇംഗ്ലീഷ് പോഡ് എന്ന പേരിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ നിങ്ങളുടെ സൗകര്യപ്രദമായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇരുന്ന് പഠിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഇങ്ങനെ 6 പ്രൊഡക്റ്റുകളാണ് കമ്പനി തുടക്കത്തിൽ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് LKG മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന CBSE സ്റ്റുഡൻസിന് അവരുടെ സിലബസ്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവരുടെ PDF നോട്ട്സുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ആനിമേഷൻ വീഡിയോസുകളുണ്ട്. ഇവരുടെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് 10, 12, 15 വർഷം പഴക്കമുള്ള അത്രയും പുറകിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരുടെ MCQ മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ ലിങ്ക്സ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഹയർ എഡ്യൂക്കേഷനും ജോബ്സിനും വേണ്ടി പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാംപിക്സ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോട് കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് പോഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. IELTS വിദേശ ജോലിക്ക്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്കുള്ള ജോലിക്കോ പഠനത്തിനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ടുന്ന IELTS, OET, PT ഇങ്ങനെ 6 പ്രൊഡക്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഈ കമ്പനി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടും ഈ കമ്പനിയുടെ ഒരു കസ്റ്റമറായി മാറാം, ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറാം. ഈ ഡിസ്ട്രിബ്യൂട്ടറായി മാറി നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം ഏൺ ചെയ്യാനും നിങ്ങളുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇതിന്റെ വിലയിലേക്ക് കടന്നു പോകാം. വിലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ എഡ്യൂപിക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ MRP വരുന്നത് വെറും 3790 രൂപയാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് 1 വർഷത്തേക്കല്ല 2 വർഷത്തേക്കാണ് എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കറിയാം ഇന്ന് പലതരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നമുക്ക് 1 വർഷത്തേക്കാണ് പ്രൊഡക്റ്റ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് 2 വർഷത്തേക്കാണ്. നിങ്ങളുടെ കുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒരു പ്രൊഡക്റ്റിലൂടെ തന്നെ, ഒരു പ്രാവശ്യത്തെ പർച്ചേസിലൂടെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം 2 വർഷത്തേക്ക് എന്നുള്ള അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പക്ഷെ അറ്റ് എ ടൈം ഒരാൾക്കേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഒരേ സമയം പല ഡിവൈസുകളിൽ ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ആകുകയില്ല. അപ്പോൾ ഒരാൾ ഒരു സമയത്ത് ഉപയോഗിക്കുന്നു, മറ്റൊരാൾ വേറൊരു സമയത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും കൂടി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഇങ്ങനെ 2 വർഷത്തേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 3750 രൂപയ്ക്കാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഒരു മാസം ഒരു സബ്ജക്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്യൂഷന് പോകണമെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു 1000 രൂപ 1500 ട്യൂഷൻ ഫീസ് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് എല്ലാ സബ്ജക്റ്റും, സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ഇത്രയും സബ്ജക്റ്റുകൾ ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെറും 3750 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കമ്പനി നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഒരു വർഷത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിലയാണ്. ഒരു മാസത്തെ ട്യൂഷൻ ഫീസേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞത് MRP ആണ്.
ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്നത് 2500 പ്ലസ് GST, അതായത് വെറും 2950 രൂപയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് 800 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം 27.11% ഒരു പ്രൊഡക്റ്റിന് മുകളിൽ നിങ്ങൾക്ക് കമ്പനി റീറ്റെയിൽ പ്രോഫിറ്റ് തരുന്നുണ്ട്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എക്സാംബിക്സിനും ഇതേ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്, 3750 രൂപ. അതിന് 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം 1 വർഷമല്ല, എന്നാണോ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കീ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ അത് ഓപ്പൺ ചെയ്യുന്നത് അന്ന് മുതൽ 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചു, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല, 2ാമത്തെ മാസം കൊണ്ട് വിൽക്കാൻ പറ്റിയില്ല, 6ാമത്തെ മാസമാണ് അത് വിൽക്കാൻ പറ്റിയെങ്കിൽ എന്നാണോ അതിന്റെ കീ ഓപ്പൺ ചെയ്യുന്നത് അന്ന് മുതൽ 1 വർഷമാണ് അതിന്റെ ലൈഫ്. അതിന് നമുക്ക് 3750 രൂപ തന്നെയാണ് വരുന്നത്. 2500 രൂപ പ്ലസ് GST ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്നത്. 800 രൂപ നിങ്ങൾക്ക് അതിനും റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് പ്രോ. 5625 രൂപയാണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ വില വരുന്നത് 1 വർഷത്തേക്ക്. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്നത് 3750 പ്ലസ് GST ആണ്. അതായത് 4225 രൂപയാണ് വരുന്നത്. 4425 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1200 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇതുകൂടാണ്ട് OETക്ക് 7500 രൂപ, IELTS പ്രോയ്ക്ക് 7500 രൂപ, PTE പ്രോയ്ക്കും 7500 രൂപ. അതും MRP ആണ്. അതിന്റെ DP പ്രൈസ് എന്ന് പറയുന്നത് 5000 പ്ലസ് GST, അതായത് 5900 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അത് 1600 രൂപ പ്രോഫിറ്റോട് കൂടി 7500 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് അതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറാം. ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്, ഏതെങ്കിലും പ്രൊഡക്റ്റ് DP പ്രൈസിന് 10000 രൂപയുടെ പ്രൊഡക്റ്റ് 1 ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. ഇനി ഗ്രാജുവലി ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കമ്പനിയുടെ ബിസിനസ് വോളിയം 1000 ബിസിനസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം. പക്ഷേ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് MRPക്ക് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആകുക. എപ്പോഴാണോ നിങ്ങൾ 1000 PVയുടെ പ്രൊഡക്റ്റിലേക്ക് റീച്ച് ആകുന്നത് ആ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. നിങ്ങൾക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ ടീമിന്റെ ടേൺ ഓവർ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ പേഴ്സണൽ സെയിൽസ് നിങ്ങൾക്ക് യൂണിറ്റ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് വാല്യൂവിന്റെ 5% നിങ്ങൾക്ക് ഡയറക്റ്റ് സെയിൽ ബോണസ് ആയിട്ട് കമ്പനി തരുന്നു. അതായത് 10000 രൂപ എടുത്ത് ഒരു വ്യക്തി ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് 5% നിങ്ങൾക്ക് ഡയറക്റ്റ് സെയിൽ ബോണസ് ആയിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞാൽ 500 രൂപ നിങ്ങൾക്ക് ഡയറക്റ്റ് സെയിൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇവിടുന്ന് അടുത്ത ഇൻകം എന്ന് പറയുന്നത് പോഡ് ഇൻകം ആണ്. പോഡ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ 2 ടീമുകളിൽ നടക്കുന്ന സെയിൽസ് ടേൺ ഓവറിനെ മാച്ച് ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനമാണ് പോഡ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ സെയിൽസിലും നമുക്ക് 10000 രൂപയുടെ എങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു സെയിൽ നടക്കുമ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവിടെ ഉണ്ടാകുന്നത്. അത്രയും രൂപയുടെ സെയിൽസ് നിങ്ങളുടെ 2 ടീമുകളിലായിട്ട്, 2 സൈഡിലുള്ള ടീം, ഒരു ടീം A സൈഡിലുള്ള ടീം, ഒരു ടീം B സൈഡിലുള്ള ടീം എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 സൈഡിലുള്ള ടീമിൽ ഒരു ദിവസം നടക്കുന്ന ടോട്ടൽ ടീം സെയിൽ ടേൺ ഓവറിനെ മാച്ച് ചെയ്തുകൊണ്ട് കമ്പനി നിങ്ങൾക്ക് ഒരു വരുമാനം തരുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഡയറക്റ്റ് നടത്തിയ സെയിൽസിൽ നിന്നാണ് നിങ്ങൾക്ക് വരുമാനം നൽകിയതെങ്കിൽ ഈ പറയുന്ന വരുമാനം നിങ്ങളുടെ ടോട്ടൽ ടീമിന്റെ ടേൺ ഓവറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡ് ടീമും റൈറ്റ് സൈഡ് ടീമും ഉണ്ടായിരിക്കണം. ഈ 2 ടീമിലും കൂടെ ഒരു ദിവസം നടക്കുന്ന ടോട്ടൽ സെയിൽസ് എത്രയാണ്, അതിന്റെ ടേൺ ഓവർ എത്രയാണ്, ആ ടേൺ ഓവറിനെ മാച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടുക. ഇവിടെ നമുക്കൊരു പാരന്റ് സൈഡ് എന്നും സെൽഫ് സൈഡ് എന്നും പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വ്യക്തിക്ക് ഈ 2 ബിസിനസ് ടീമുകളെ ഇവിടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ടീമിന്റെ ഭാഗമാക്കി ബിസിനസ് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങളുടെ പാരന്റ്സിന്റെ സെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഒരു സൈഡിലേക്ക് വരും.
അപ്പൊ നിങ്ങൾ പാരന്റിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അവരുടെ സെയിൽസ് മുഴുവൻ വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ടീമിലേക്കായിരിക്കും. നിങ്ങൾ പാരന്റിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ അവരുടെ സെയിൽ വരുന്നത് മുഴുവൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ടീമിലേക്കായിരിക്കും. അങ്ങനെ ഒരു പാരന്റ് സൈഡും സെൽഫ് സൈഡും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഡയറക്റ്റ് സെയിൽ വെച്ച് ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ടേൺ ഓവർ കൂട്ടേണ്ട സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് സൈഡാണ്. അപ്പോൾ ഏത് ഇതുപോലെയുള്ള പ്ലാൻ കൊടുക്കുന്ന കമ്പനികളെയും പോലെ തന്നെ ഈ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് ഇൻകം ലഭിക്കുന്നതിന് 1:2 or 2:1 എന്നുള്ള റേഷ്യോയിലുള്ള സെയിൽസ് ആദ്യം നടക്കണം. അതായത് ഒരു സൈഡിൽ 2 സെയിലും ഒരു സൈഡിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സെയിലും നടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സെൽഫ് സൈഡിൽ വരുന്ന ആദ്യത്തെ സെയിലിനെ കമ്പനി ഇതിന്റെ ടെയിൽ ഇൻകം ബിസിനസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന ഓരോ സെയിലും മാച്ച് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ വരുമാനം കിട്ടുക. ഇവിടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം ബിസിനസ്സുകളിൽ തുടക്കക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ഏതൊരു ബിസിനസ്സും തുടങ്ങുന്ന സമയത്തായിരിക്കും കൂടുതൽ ടഫ് ഉണ്ടാവുക, അല്ലെ? നമ്മൾ ഇത്തരം ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും കൂടുതൽ ഇത് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടുതൽ ആളുകളും ഇത്തരം ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോകുന്നതും കുറച്ച് ഓടിയിട്ട് കയറാൻ പറ്റാതെ വരുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുന്നതും. ഇവിടെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ നിന്ന് വർക്ക് ചെയ്യുകയും അങ്ങനെ താഴെയുള്ള നമ്മുടെ ടീം കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ ടീം ടേൺ ഓവർ വർദ്ധിക്കുകയും അതിൽ മുകളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യത വരികയും ചെയ്യും. അപ്പൊ കൂടുതൽ ടേൺ ഓവർ ലഭിക്കണമെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ വരുമാനം, തുടക്കക്കാർക്ക് നല്ലപോലെ വരുമാനം കിട്ടണം. ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആളുകൾക്കാണ് കൂടുതൽ റവന്യൂ കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. നിങ്ങളുടെ 2 സൈഡിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സെയിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ മാച്ച് ചെയ്തുകൊണ്ടുള്ള ഇൻകം കമ്പനി സ്റ്റാർട്ടിങ് തരുന്നത് നിങ്ങൾക്ക് 2000 രൂപയായിരിക്കും. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ സെയിൽ റൈറ്റ് സൈഡിലും രണ്ടാമത്തെ സെയിൽ ടേൺ ഓവർ 10,000 രൂപയുടെയെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും വന്നു കഴിയുമ്പോൾ അത് മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പനി സ്റ്റാർട്ടിങ്ങിൽ തരുന്ന വരുമാനം 2000 രൂപയാണ്. അതിന് ഒരു ദിവസത്തെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 4000 രൂപയായിട്ടാണ് കമ്പനി നിജപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നിങ്ങൾ 10,000 രൂപ വരെ നിങ്ങൾക്ക് ആ ഒരു സീലിംഗ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ആ ഒരു കോഡിംഗ് കത്തിൽ നിങ്ങൾക്ക് 10,000 രൂപ ഏൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ ടീം സ്ട്രെങ്ത് മിനിമം 10 പേരുടെയെങ്കിലും ടീം സ്ട്രെങ്ത് ആയിട്ടുണ്ടാവും. ആ ടീമിലൂടെയാണ് പിന്നീട് നടക്കുന്ന സെയിൽസിന്റെ വോളിയം വരുന്നത്. അപ്പോഴേക്കും നമ്മളുടെ ഡെയിലി സീലിംഗ് ലിമിറ്റ് കമ്പനി 6000 ഉയർത്തുകയും നമുക്ക് തരുന്ന പോഡ് ഇൻകം 1500 മാറ്റുകയും ചെയ്യുന്നു. ഈ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 24,000 രൂപ ഈ സ്ലാബിൽ നിങ്ങൾക്ക് വരുമാനം നേടാനുള്ള അവസരം തരുന്നുണ്ട്. നിങ്ങൾ 24,000 രൂപ അതിൽ ഏൺ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 34,000 രൂപയിലേക്കും കടക്കുകയും നിങ്ങളുടെ ടോട്ടൽ ടീം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 42 പേരുടെ ടീമായി മാറുകയും ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് കമ്പനി നിങ്ങളുടെ ഡെയിലി സീലിംഗ് ലിമിറ്റ് 8,000 ഉയർത്തുന്നു. ആ സമയം നമ്മളുടെ പോഡ് ഇൻകം 1000 മാറുകയും നിങ്ങൾക്ക് ഏണിംഗ് സ്ലാബ് എന്ന് പറയുന്നത് 50,000 ആക്കി മാറ്റുകയും ചെയ്യുന്നു. ടോട്ടൽ 84,000 രൂപ നിങ്ങൾ അവിടെ ഏൺ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ ടീം സ്ട്രെങ്ത് ഏകദേശം 142 പേരുടെ ടീമായിട്ടുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾക്ക് ഡെയിലി സീലിംഗ് ലിമിറ്റ് 10,000 ആയിട്ടും അതിൽ 99,000 രൂപയുടെ സ്ലാബായിട്ടും 406 പേരുടെ ടീം വന്നു കഴിയുമ്പോൾ അത് 12,000 രൂപ ഡെയിലി സീലിംഗിലേക്കും അതിൽ ഒരു 1,406 പേരുടെ ടീം ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകളിലൂടെ തന്നെ നിങ്ങളുടെ ടീം സ്ട്രെങ്ത് വർദ്ധിക്കുകയും ടേൺ ഓവർ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെയിലി സീലിംഗ് എന്ന് പറയുന്നത് 15,000 രൂപ വരെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഒരു ദിവസം 15,000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ടീമിലൂടെ നടക്കുന്ന സെയിൽസ് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെയുണ്ട്. ആ രീതിയിലൊരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡെയിലി 30 ദിവസം സെയിൽസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 4.5 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണോ നമുക്ക് സെയിൽസ് നടക്കുന്നത് ഓരോ ദിവസവും ആ സെയിൽസിന്റെ ടേൺ ഓവർ എത്രത്തോളം ഉണ്ട് അതിനെ മാച്ച് ചെയ്തുകൊണ്ടാണ് വരുമാനം കിട്ടുന്നത്. ഇത് വെറുതെ കിട്ടുന്ന വരുമാനമല്ല, സെയിൽസ് നടക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ജനറേഷൻ ഇൻകം ആണ്. ജനറേഷൻ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ്സിൽ നടത്തുന്ന അവർക്ക് കിട്ടുന്ന ടേൺ ഓവറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ അവർ ഇൻകം ഏൺ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
അത് നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന, നിങ്ങൾ സ്പോൺസർ ആയി നിന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 5% നിങ്ങൾക്ക് ജനറേഷൻ ഇൻകമായിട്ട് കിട്ടും. നിങ്ങൾ അങ്ങനെ എത്ര പേരെ ഈ ബിസിനസിന്റെ അവസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കൊരു വരുമാന മാർഗം കാണിച്ചു കൊടുക്കുന്നുവോ, അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, അവർക്ക് വരുമാനം കിട്ടാൻ നിങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 5% നിങ്ങൾക്ക് കമ്പനി ജനറേഷൻ ഇൻകമായിട്ട് തരുന്നു. ആ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ് ടീം ഡെവലപ്പ് ചെയ്ത് അവർ വരുമാനം നേടുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ ഡെവലപ്പ് ആവുകയും ആ സെക്കൻഡ് ജനറേഷൻ വാങ്ങിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് 5% ലഭിക്കുകയും ചെയ്യുന്നു. അവരിലൂടെ വരുന്ന തേർഡ് ജനറേഷനിൽ നിന്ന് 10%, അതിലൂടെ വരുന്ന ഫോർത്ത് ജനറേഷന്റെ 10%, അതിലൂടെ വരുന്ന ഫിഫ്ത് ജനറേഷന്റെ 20% നിങ്ങൾക്ക് ജനറേഷൻ ഇൻകമായി ലഭിക്കുന്നുണ്ട്. ഇത് അവർക്ക് കിട്ടുന്ന ഡയറക്ട് സെയിൽ ബോണസിന്റെ 5%-ൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ബിസിനസ് നടത്തി ഒരു വ്യക്തിയെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റി ഒരു സെയിൽസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ 5% ഡയറക്ട് സെയിൽ ബോണസ് ആയിട്ട് ലഭിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ രണ്ടാമത്തെ ഇൻകമായിട്ട് പറഞ്ഞു. അതേ സെയിം വരുമാനം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടെ ടീം ഡെവലപ്മെന്റിന്റെ ഭാഗമായി അല്ലെങ്കിൽ സെയിൽസ് ടേൺ ഓവർ കൂട്ടുന്നതിന്റെ ഭാഗമായി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവർ നടത്തുന്ന സെയിൽസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനമാണ്, അവർക്കും ഈ 5% വരുമാനം ലഭിക്കും. അതിൽ നിന്നാണ് നിങ്ങൾക്ക് 5% ആദ്യത്തെ വരുമാനം ലഭിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന സെക്കൻഡ് ജനറേഷനിലുള്ള ആളുകളിൽ നിന്ന് അതിൽ നിന്നും 5% ലഭിക്കും. തേർഡ് ജനറേഷനിൽ നിന്നുള്ള ആളുകൾ ഒരു സെയിൽ നടത്തുമ്പോൾ അതിൽ നിന്ന് മാത്രം 10% ലഭിക്കും. നിങ്ങളുടെ ഫോർത്ത് ജനറേഷനിലുള്ള ആളുകൾ സെയിൽ നടത്തുമ്പോൾ അതിൽ നിന്ന് 10% ലഭിക്കും. ഫിഫ്ത് ജനറേഷനിലുള്ള ആളുകൾ സെയിൽ നടത്തുമ്പോൾ അതിൽ നിന്ന് 20% ലഭിക്കും. അതായത് താഴേക്ക് ടീം ഇറങ്ങി പോകുമ്പോൾ ടീമിന്റെ വിട്ട് കൂടുമ്പോൾ പെർസെന്റേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഇതിന് തൊട്ട് മുൻപ് കാണിച്ച പോഡ് ഇൻകത്തിൽ നിന്നും ഇതേ റേഷ്യോ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പോഡ് ഇൻകമായിട്ട് ഒരു ദിവസം എത്ര രൂപ ലഭിക്കുന്നുവോ അതിന്റെ 5% നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ടീം മെമ്പേഴ്സ് ഒരു ദിവസം പോഡ് ഇൻകം എത്ര രൂപ വാങ്ങിക്കുന്നുവോ അത് നിങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ ആണ്. അതിൽ നിന്നും നിങ്ങൾക്ക് 5% ജനറേഷൻ ഇൻകം ലഭിക്കും. നിങ്ങളുടെ സെക്കൻഡ് ജനറേഷനിലുള്ള ടീമുകൾ മുഴുവൻ ചേർന്ന് എത്ര പേരാണോ നിങ്ങളുടെ തേർഡ് ജനറേഷൻ വന്നിരിക്കുന്നത് ആ തേർഡ് ജനറേഷനിലുള്ള ആളുകൾ വാങ്ങിക്കുന്ന പോഡ് ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് ജനറേഷൻ ഇൻകമായിട്ട് ലഭിക്കും. അവരിലൂടെ വന്നിരിക്കുന്ന ഫോർത്ത് ജനറേഷൻ അതിന്റെയും അവർ വാങ്ങിക്കുന്ന പോഡ് ഇൻകത്തിന്റെയും 10% നിങ്ങൾക്ക് ലഭിക്കും. അഞ്ചാമത്തെ ജനറേഷൻ, നാലാമത്തെ ജനറേഷനിലുള്ള ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന അഞ്ചാമത്തെ ജനറേഷനിലുള്ള ആളുകൾ അവരുടെ സെയിൽസ് നടത്തുമ്പോൾ അതിലൂടെ കയറുന്ന ടേൺ ഓവറിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ പോഡ് ഇൻകത്തിന്റെ 20% ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടറെ ഈ കമ്പനിയിലേക്ക് പരിചയപ്പെടുത്തുകയും അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂട്ടറായി വന്നു നിന്ന് അദ്ദേഹം ബിസിനസ് നടത്തുകയും ടേൺ ഓവർ കൊണ്ടുവരികയും ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു 5 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് 5 പേരടങ്ങുന്ന മെമ്പേഴ്സ് ആണ്. ആ 5 പേരിലൂടെ ഒരു 25 പേരുടെ സെയിൽസ് ടീം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തേർഡ് ജനറേഷൻ ആണ്. ആ തേർഡ് ജനറേഷനുള്ള ആ 25 പേര് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെയും 10% നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ 25 പേരിലൂടെ ഒരു 100 പേര് ഫോർത്ത് ജനറേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 100 പേര് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെയും 10% നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കും. ആ 100 പേരിലൂടെ ഒരു 500 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫിഫ്ത് ജനറേഷൻ ആണ്. ആ 500 പേര് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെയും 20% നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലെ ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. കൃത്യമായി സെയിൽ നടത്തി വരുമാനം പണിയെടുക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതേ ചെറിയ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം നിങ്ങളുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് 5000 രൂപ വരെയും സെക്കൻഡ് ജനറേഷനിൽ നിന്ന് 10000 രൂപ വരെയും തേർഡ് ജനറേഷനിൽ നിന്ന് 15000 രൂപ വരെയും ഫോർത്ത് ജനറേഷനിൽ നിന്ന് 25000 രൂപ വരെയും ഫിഫ്ത് ജനറേഷനിൽ നിന്ന് 50000 രൂപ വരെയുമാണ് നിങ്ങൾക്ക് മാക്സിമം നേടാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 1,50,000 രൂപ വരെ നിങ്ങൾക്ക് ഈ പറയുന്ന 5 ജനറേഷനിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന് ഒരു കണ്ടീഷൻസ് ഉണ്ട്. 1,50,000 രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് ഇത് മാത്രം 31.5 ലക്ഷം രൂപയോളം വരുമാനം കയറി വരുന്നുണ്ട്. നിങ്ങളുടെ ടേൺ ഓവർ എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കമ്പനി വരുമാനവും തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ ഇതിന് ഒരു ചെറിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ജനറേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയിരിക്കണം. നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ടീമിലൂടെ പിന്നീട് ഒരു ടേൺ ഓവർ അതിലൂടെ നടക്കാൻ സാധ്യതയുള്ളൂ. സെക്കൻഡ് ജനറേഷന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം 2 ഡിസ്ട്രിബ്യൂട്ടറെങ്കിലും അപ്പോയിന്റ് ചെയ്തിരിക്കണം. ആ 2 ഡിസ്ട്രിബ്യൂട്ടറിലൂടെ നടക്കുന്ന സെയിൽസിൽ നിന്നാണ് നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് ജനറേഷൻ ഇൻകം കിട്ടുക.
തേർഡ് ജനറേഷൻ ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെങ്കിലും കൊണ്ടുവന്നിരിക്കണം. ഫോർത്ത് ജനറേഷൻ ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 8 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെങ്കിലും നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഫിഫ്ത്ത് ജനറേഷൻ ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 15 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെങ്കിലും ഉണ്ടായിരിക്കണം. ഇതില്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്ലാബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കുകയില്ല. അതിന് തൊട്ട് മുൻപുള്ള ഏതിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതുവരെ ആ ലെവലിലുള്ള വരുമാനമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കണ്ടീഷൻസ് ഉണ്ട്, അല്ലാതെ വാരിക്കോരി കൊടുക്കാൻ പറ്റുന്ന വരുമാനങ്ങളല്ല. വരുമാനം കൊടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധയോട് കൂടി മാത്രമേ ഇനി വരുമാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ ഗവൺമെന്റിന് മുമ്പിൽ കമ്പനിക്ക് കാണിച്ച് അപ്രൂവ് എടുക്കേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും പറഞ്ഞ് വരുമാനം കാണിക്കാൻ പറ്റില്ല, തരാൻ പറ്റുന്നത് മാത്രമേ കമ്പനിക്ക് അനൗൺസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്റെ ഫസ്റ്റ് ജനറേഷന്റെ 10%, സെക്കൻഡ് ജനറേഷന്റെ 20%, തേർഡ് ജനറേഷൻ 30%, ഫോർത്ത് ജനറേഷൻ 40%, ഫിഫ്ത്ത് ജനറേഷൻ 50% നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഷോപ്പിംഗ് പോയിന്റ് ആയിട്ടായിരിക്കും. ബാക്കിയുള്ളതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് വരിക. ഇതൊരു ഷോപ്പിംഗ് പോയിന്റ് ആയിട്ട് കമ്പനി മാറ്റിവെക്കുകയാണ്. ഇതിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ആളുകളാക്കി മാറ്റുക. ലാപ്പോഡിൽ വരുന്ന ഓരോ വ്യക്തികളെയും പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ആളുകളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങളുടെ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ഈ പ്ലാൻ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഈ കമ്പനിയുടെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് സർപ്രൈസ് പോയിന്റ് ആണ്. സർപ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നാണോ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുന്നത് ആ ഡേറ്റിനും ടൈമിനും ഒരു പ്രത്യേക സീനിയോറിറ്റി കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓരോരുത്തരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ കമ്പനി ഒരു സീനിയോറിറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നുണ്ട്. കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന സെയിൽസ് ടേൺ ഓവറിൽ നിന്ന് ഒരു ചെറിയ പെർസെന്റേജ് ഒരു സ്പെഷ്യൽ അൽഗോരിതം പ്രകാരം കമ്പനി ഓരോ ആളുകൾക്കും ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നിങ്ങൾക്ക് 15,000, 25,000, 50,000, 75,000 വരെ പോയിന്റുകളായിട്ട് ഒരു പക്ഷേ അക്യുമുലേറ്റ് ചെയ്ത് വരാം. കമ്പനിയിൽ നടക്കുന്ന സെയിൽസ് ടേൺ ഓവറിനനുസരിച്ച് നിങ്ങൾ ഇതിൽ ഭാഗമായി നിന്ന് ഈ ഒരു പോയിന്റ് ലഭിക്കുന്നത് നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസോ നിങ്ങളുടെ പേഴ്സണൽ പെർഫോമൻസോ ബാധകമല്ല. നിങ്ങൾ കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ എല്ലാ ടീമിലും നടക്കുന്ന സെയിൽസിൽ നിന്ന് നടക്കുന്ന ടേൺ ഓവറിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പോയിന്റ് ലഭിക്കുന്നത്. ഇതൊരു പർച്ചേസിംഗ് പോയിന്റ് ആണ്. ഇത് ഒരിക്കലും വരുമാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നിർബന്ധിത പർച്ചേസിംഗ് ഒന്നും തന്നെയില്ല. നിങ്ങൾ ഒരിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ പിന്നീട് ഇവിടെ കമ്പനി ഒരിക്കലും നിർബന്ധിച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കമ്പനി കൊണ്ടുവന്നെത്തിക്കുന്നു. ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കമ്പനിയുടെ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ബേസ് മുഴുവൻ കൊടുക്കാൻ പോകുന്നത് കമ്പനിയുടെ ടാസ്ക് മന്ത്ര എന്ന് പറയുന്ന ആദ്യത്തെ കമ്പനിയുടെ മദർ കമ്പനിയുടെ ടാസ്ക് ഫോഴ്സിലേക്കാണ്. അവർ ഡെവലപ്പ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ അവരിലൂടെ കണ്ടെത്തി വരുന്ന പ്രൊഡക്റ്റുകളായിരിക്കും കമ്പനിയുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. ഈ പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്പനിയുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലുള്ള ഏത് പ്രൊഡക്റ്റും നാളെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ കഴിഞ്ഞ 7-ാം തീയതി മുതലാണ് കമ്പനി പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മാസം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇ-കോമേഴ്സിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 15 ജനറേഷൻ താഴെയുള്ള ആളുകൾ നിങ്ങളുടെ ടീമിലൂടെ ജനറേറ്റ് ചെയ്ത് 15 ജനറേഷൻ താഴെയുള്ള ആളുകൾ പോലും ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നാളെ ഈ ഇ-കോമേഴ്സിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതിന്റെ ഒരു ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 15 ജനറേഷൻ മുകളിലേക്ക് കയറി വരുന്നതായിരിക്കും. ആ ഒരു ഇൻകം എന്ന് പറയുന്നത് അത് സീലിംഗ് ഇല്ലാത്ത ഇൻകമാണ്. എത്ര രൂപയുടെ ടേൺ ഓവർ ഓരോ ദിവസവും നിങ്ങളുടെ ഈ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആളുകൾ നടത്തുന്നു, അതിലൂടെ നിങ്ങൾക്ക് വരുമാനം എക്സ്ട്രാ വേറൊരു വരുമാനം ഇ-കോമേഴ്സ് ബോണസ് ആയിട്ട് നേടിയെടുക്കാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈച്ച് ആൻഡ് എവറി ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകൾ നമുക്ക് കമ്പനിയുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഈ ടാസ്ക് മന്ത്രയിലെ ആക്റ്റീവ് ടാസ്ക് ഫോഴ്സിന്റെ സഹകരണത്തോടു കൂടി കമ്പനി കൊണ്ടുവരാൻ പോകുകയാണ്. അത്തരം പ്രൊഡക്റ്റുകളും ഏത് പ്രൊഡക്റ്റുകളും ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ ഈ പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസിന്റെ ബില്ലിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് കമ്പനി വീണ്ടും മാറ്റി വെക്കുന്നുണ്ട്. ആ പോയിന്റ് എപ്പോഴാണോ 500 പോയിന്റ് ആകുന്നത്, ആ 500 പോയിന്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരു സർപ്രൈസ് ഐഡി ജനറേറ്റ് ആവും. അതായത് വൺസ് നിങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമായതിനു ശേഷം പിന്നീട് നിങ്ങൾ ഇവിടെ നടത്തുന്ന ഓരോ പർച്ചേസിൽ നിന്നും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ സർപ്രൈസ് ഐഡി ജനറേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് അതിന്റെ അഡ്വാൻറ്റേജ് ഈ കമ്പനിയിൽ ഏറ്റവും അവസാനം വന്ന് കയറുന്ന ആളുകൾക്കും ഇതിന്റെ തുടക്കത്തിൽ വരുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ അൽഗോരിതം പ്രകാരമാണ് കമ്പനി ഇതിന്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത വരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആണ്.
ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി വന്ന് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഒരു വർഷത്തേക്ക് കമ്പനിയിൽ നിന്ന് കമ്പനിയുടെ സെയിൽസ് ടേൺ ഓവറിന്റെ ആനുപാതികമായിട്ട് ഒരു വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വൺസ് നിങ്ങൾ ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ബോണസ് അച്ചീവ് ചെയ്ത് ഇതിന്റെ തുടക്കത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷം വരെ കമ്പനിയിൽ ബിസിനസ് നടക്കുമ്പോൾ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ ഭാഗമായി 10 ദിവസത്തിനുള്ളിൽ 5 സെയിൽസ് ക്ലോസ് ചെയ്യുക. 5 ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ ഫാസ്റ്റ് ട്രാക്ക് ബോണസിന് അച്ചീവർ ആയി എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ നിങ്ങൾക്ക് കമ്പനി വരുമാനം തന്നുകൊണ്ടിരിക്കും. കമ്പനി എങ്ങനെ വരുമാനം തരുന്നു എന്ന് ചോദിച്ചാൽ കമ്പനിയിൽ ഓരോ മാസം നടക്കുന്ന എത്ര സെയിൽസ് ആണോ നടന്നത് അത് ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസിന്റെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർ സെയിലിൽ നിന്നും 200 രൂപ കമ്പനി മാറ്റിവെച്ച് എത്ര സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതെടുത്ത് എത്ര പേരാണോ ഈ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത് അത്രയും പേർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് പിന്നീട് നിങ്ങൾ നടക്കുന്ന നിങ്ങളുടെ ടീം ടേൺ ഓവറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സെയിൽസിനോ അത് ബാധകമല്ല. വൺസ് നിങ്ങൾ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ബോണസിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ഇനി ഒരു വർഷം എത്തുന്നതിന് മുൻപ് വീണ്ടും നിങ്ങളുടെ സെയിൽസ് എണ്ണം കൂട്ടി അത് 5 കൂടെ കൂടി 10 സെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ഐ ഡി ജനറേറ്റ് ആവുകയും നിങ്ങളുടെ ആദ്യത്തെ ഐഡിക്കും രണ്ടാമത്തെ ഐഡിക്കും അടുത്ത ഒരു വർഷത്തേക്ക് അതിന്റെ ലൈഫ് നീണ്ടു കിട്ടുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബോണസിന് എലിജിബിൾ ആണെങ്കിൽ അടുത്ത 2026 ഫെബ്രുവരി വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഈ 2025 ജൂണിൽ തന്നെ നിങ്ങൾ 5 സെയിൽസും കൂടെ പുതിയത് കൊണ്ടുവന്നു, കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിച്ചു. നിങ്ങൾക്ക് 5 സെയിലും കൂടെ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ഐ ഡി ജനറേറ്റ് ആയി. 2025 ജൂൺ മുതൽ 2026 ജൂൺ വരെ നിങ്ങളുടെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് ഐ ഡിക്കും രണ്ടാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ഐ ഡിയുടെയും ലൈഫ് നീണ്ടു കിട്ടി. 2026 മാർച്ചിൽ നിങ്ങൾ വീണ്ടും ഒരു 5 സെയിലും കൂടെ വെച്ച് മൂന്നാമത്തെ സർപ്രൈസ് ഐ ഡി ജനറേറ്റ് ചെയ്താൽ 2026 മാർച്ച് മുതൽ 2027 മാർച്ച് വരെ നിങ്ങളുടെ ആദ്യം മുതലുള്ള എല്ലാ ഐഡിക്കും ലൈഫ് നീണ്ടു കിട്ടും. അങ്ങനെ ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു റെഗുലർ ഇൻകം സ്റ്റാർട്ടിങ് മുതൽ വാങ്ങിപ്പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു റെഗുലർ ഇൻകം. വൺസ് നിങ്ങൾ ഈ വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ 5 സെയിൽ പുതിയത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ അവിടെ അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കുറെ ആളുകൾ പഴയ ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം എന്നും നിലവിലുണ്ടായിരിക്കും. അടുത്തത് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്. സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾ തന്നെ നേരിട്ട് ഒരു ടീമിനെ കൊണ്ടുവരികണം. അത് നിർബന്ധമാണ്. അതിന് 30 ദിവസം സമയമാണ് ഉണ്ടാവുക. ഫാസ്റ്റ് ട്രാക്ക് ബോണസിന് നമുക്ക് 10 ദിവസമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതിന് 30 ദിവസം സമയമുണ്ട്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ടീമിനെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ലെഫ്റ്റും റൈറ്റും ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, ഈ 30 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിലിറ്റി ലഭിക്കും. വൺസ് നിങ്ങൾക്ക് ഈ എലിജിബിലിറ്റി ലഭിച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് ബോണസിൽ ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 ഇയർ വരെ ഒരു സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസും നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നതാണ്. എന്ത് കണ്ടീഷനാണോ ഞാൻ ഫാസ്റ്റ് ട്രാക്ക് ബോണസിൽ പറഞ്ഞത് ആ സെയിം കണ്ടീഷൻ തന്നെയാണ് വരുമാനം ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെയും നടക്കുന്നത്. ഇനി 1 ഇയർ എത്തുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾ പുതിയ ഒരു സെയിൽസ് കൊണ്ടുവരുന്നു. അവരെ കൊണ്ട് അവരുടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെയിൽ 1 ഇയറിന് മുമ്പ് നിങ്ങൾക്ക് വീണ്ടും നടത്താൻ സാധിച്ചാൽ നിങ്ങളുടെ ഈ സ്മാർട്ട് ലീഡർഷിപ്പിന്റെ ബോണസും അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് നീണ്ടു കിട്ടും. 2 ഐഡിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ 2 ഷെയറിനും അടുത്ത ഒരു വർഷത്തേക്കും കൂടെ ലൈഫ് നീണ്ടു ലഭിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങൾ കൂട്ടുന്ന സെയിൽസിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കൂട്ടി കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത ഇൻകം എന്ന് പറയുന്നത് ഇതിന്റെ റാങ്ക് ആണ്. ഇതൊരു ഇൻകം അല്ല, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. 15 റാങ്കുകളാണ് കമ്പനി നിങ്ങൾക്ക് തരുന്നത്. അതില് ലീഡേഴ്സിന്റെ 5 റാങ്ക് ഉണ്ട്, ഡയമണ്ട്സിന്റെ 5 റാങ്ക് ഉണ്ട്, അംബാസിഡേഴ്സിന്റെ 5 റാങ്ക് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൈപിടിച്ച് വളർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള റാങ്കുകൾ മുഴുവൻ അച്ചീവ് ചെയ്ത് പോകാം. വെറുതെ ഇതിലേക്ക് കയറി വന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കയറ്റിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ലഭിക്കില്ല. ആദ്യത്തെ റാങ്ക് ലഭിക്കാൻ വേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ വ്യക്തികൾ മിനിമം 6000 രൂപ പോഡിംഗം വാങ്ങിച്ചിട്ടുണ്ടാകണം. അവർ ആരെങ്കിലും പോഡിംഗം വാങ്ങിക്കുമ്പോൾ ഇതിൽ ഒരാളെ നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ആളിലൂടെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ലീഡറായിട്ട് മാറാം.
നിങ്ങൾക്ക് അസോസിയേറ്റ് ലീഡർ ആകണമെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ടീമിലും റൈറ്റ് സൈഡ് ടീമിലും ഒരു ലീഡേഴ്സും മിനിമം ഒരു ലീഡേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ ഒരു ലീഡറെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന ആളായിരിക്കണം. അങ്ങനെ താഴേക്ക് നിങ്ങൾക്ക് 15 റാങ്കുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി റോയൽറ്റിയാണ്. കമ്പനിയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റിന്റെ 15% മാറ്റിവെച്ച് അംബാസഡർ റാങ്ക് മുതൽ അംബാസഡർ, പ്ലാറ്റിനം അംബാസഡർ, ക്രൗൺ അംബാസഡർ, റോയൽ അംബാസഡർ, ഗ്ലോബൽ അംബാസഡർ, ഇങ്ങനെ 5 റാങ്കുകളിലേക്ക് 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ പെർസെന്റേജ് ആയിട്ട് കമ്പനി എല്ലാ വർഷവും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് കമ്പനിയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 10 ബെനിഫിറ്റ്സുകളാണ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വെറും ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് റീറ്റെയിൽ ചെയ്തുകൊണ്ട് ആർക്കും, ഏതൊരു സാധാരണക്കാരനും ഈ ബിസിനസിന്റെ ഭാഗമാകാം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന CBSE പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാം. അല്ലെങ്കിൽ IELTS, OET, PTO പഠിക്കുന്ന ആർക്കെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാം. ഹയർ എഡ്യൂക്കേഷനും ജോബിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആകാം. വൺസ് നിങ്ങൾ ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായി ആ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3,200 രൂപ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറി നിന്നുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ വരുമാനവും നേടാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 7-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഈ ഇന്നലെ വരെ സ്പെഷ്യൽ ഓഫേഴ്സുകൾ കമ്പനിക്ക് ഉണ്ടായിരുന്നു. കുറെ സ്പെഷ്യൽ ഓഫേഴ്സുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഓഫേഴ്സുകളൊക്കെ ഇന്നലെ അത് കഴിഞ്ഞു. എന്നാലും കമ്പനി ഒരു 1-2 കാര്യങ്ങൾക്കും കൂടെ ഒരു ഓഫർ നീട്ടി തന്നിട്ടുണ്ട്. ആ ഓഫറുകൾ നീട്ടി തന്നിരിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ബോണസ് നിങ്ങൾക്ക് 10 ദിവസമാണ് സമയമുള്ളത്. ഇപ്പോൾ ഈ ബിസിനസിന്റെ ഭാഗമാകുന്നവർക്ക് 20 ദിവസം സമയം നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസിന് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കയറി വരുന്ന ആളുകൾ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട, 20 ദിവസം സമയം നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 ദിവസമാണ് സമയമുള്ളത്. ഈ സ്റ്റാർട്ടിംഗ് സമയമായതുകൊണ്ട് കമ്പനി അതിന് നിങ്ങൾക്ക് 50 ദിവസമാണ് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഭാഗമായി മാറി, ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറായി മാറി, ഇതിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിച്ച് കൃത്യമായി ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവൂ. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ഒരു നല്ല വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ, ഒരു ചെറിയ ഒരു മുതൽ മുടക്കിൽ നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ് ആണ്. ഇവിടെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പേ കിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൽ ആര് ശ്രമിച്ചാലും അത് കമ്പനി എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി ഒരു കോംപ്രമൈസും ഇല്ലാതെ കമ്പനി കട്ട് ചെയ്ത് കളയുന്നതാണ്. ഒരു തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും കമ്പനി പ്രോത്സാഹിപ്പിക്കില്ല. പവർ ഐഡികളോ മറ്റ് ID ചേഞ്ച് ചെയ്ത് കൊടുക്കലോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുകയില്ല. ആർക്ക് വേണമെങ്കിലും അവർക്ക് സ്വമനസ്സോടുകൂടി ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഈ പ്രൊഡക്റ്റ് കൊള്ളാമെന്നൊന്ന് നോക്കി ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാം. ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ വരുമാനങ്ങളും നേടി, ഞങ്ങൾ എന്തൊക്കെ വരുമാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, അതും ഇനി വരാൻ പോകുന്ന ഞാൻ പറഞ്ഞു ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തിൽ പലതരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതിലൊരു ചെറിയ പെർസെന്റേജ് ജനങ്ങളിലേക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റുകളെ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു ടേൺ ഓവർ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു തുടക്കമാണ് ഇത്തരം പ്രൊഡക്റ്റുകളുടെ മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഭാഗമായി കയറി നിൽക്കാം. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ വരുമാനവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ വിട പറയുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്നു അല്ലെ ജോമോൻ സർ? നിങ്ങൾക്ക് ഏകദേശം എല്ലാം മുഴുവനായും മനസ്സിലായിട്ടുണ്ടാവും ഗ്ലാപ്കോടെക് എന്നുള്ള കമ്പനി എന്താണെന്നും ഇവിടെയുള്ള നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ടാസ്ക് മന്ത്ര എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കമ്പനീസിന്റെ ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളുണ്ട്. 10 വാവ് ബെനിഫിറ്റ്സ് കണ്ടല്ലോ അല്ലെ? എങ്ങനെയെല്ലാം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി വൃത്തിയായി സർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരാൾ ക്ഷണിച്ചിട്ടുണ്ടാവും.
ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങളുടെ എത്തണമെങ്കിൽ നമ്മൾ ആരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്പിൽ ഒരു ടാബിൽ വിത്ത് നെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഡിജിറ്റൽ യുഗം. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താണ് ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. വളരെ ചെറിയ ഒരു ചുരുങ്ങിയ ഒരു എമൗണ്ട് കൊണ്ട് ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് സാർ പറഞ്ഞു ഒരു 3 വീക്സ് ആയി. ഈ 3 വീക്സിൽ തന്നെ 7,000 അതായത് 70,000 രൂപയുടെ മുകളിൽ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് ഇവിടെ. അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് 60,000, 50,000, 30,000, 40,000, 5,000 എന്നും പറഞ്ഞ് ഒരുപാട് പേര് ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. ഇപ്പൊ നിങ്ങൾ കേട്ട ഇതേ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട് മനസ്സിലാക്കി അതിനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവരവരുടെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ട് നോക്കാം. അജിത് സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അജിത് സാർ വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. ടാസ്ക് മന്ത്രിയിലും അദ്ദേഹത്തിന്റെ ഐഡിയ ഉണ്ടായി, അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഈ ഒരു ഗ്ലാപ്പോഡിലും ഇത്രയും ഒരു സക്സസ് ആവണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം, അതേപോലെ തന്നെ പഠിച്ചെടുക്കണം, മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലേ. നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് നമ്മുടെ ലൈഫിലേക്കും ഒരു വലിയൊരു ഊർജ്ജമായിരിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്തായാലും പ്ലാൻ കേട്ടു, കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തൃശ്ശൂർക്കാരനായ നമ്മുടെ അജിത് സാറിനെ വെൽക്കം ചെയ്യുന്നു. അജിത് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു അല്ല മാഡം, താങ്ക് യു ജോമൻ സാർ. ഞാൻ വെരി ഹാപ്പിയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ക്ഷണിച്ചതിൽ. അതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനും ഒരു സാമൂഹ്യ ജീവിയാണ്. ഈ ഭൂമിയിൽ വന്നിട്ട് 50 വർഷത്തിന് മേലെയായി. ഈ 50 വർഷം കൊണ്ട് ഇപ്പോൾ എൻ്റെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കുറെ കടങ്ങളും പ്രശ്നങ്ങളും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോമൻ സാറും എൻ്റെ ഗ്രേറ്റ് ലീഡറായുള്ള സജീവ് സാറും ആയിട്ട് ഈ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് കേട്ടത്. അപ്പൊ കേട്ട സമയത്ത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു പോയി. കാരണം നമ്മൾ ടെക്നോളജി യുഗത്തിലാണെന്ന് പറയുന്നു, ടെക്നോളജി ഒരുപാട് വരുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതിന്റെ പേരിൽ തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. 10 പ്രാവശ്യം മാത്രമേ പ്രൊഡക്റ്റ് മാനുഫാക്ചറിന്റെ ആവശ്യമുള്ളൂ. ഒപ്പം തന്നെ അതുകൊണ്ട് മാക്സിമം നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് തരാൻ സാധിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയ സമയത്ത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല, 100% കൈ കൊടുക്കുകയും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. 11,800 ഞാനിതൊരു പ്രൊഡക്റ്റ് ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, വാല്യൂ പ്രൊഡക്റ്റ് ആണ്, ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളില്ല. ഇരുന്നാലും ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനാണ് ഞാൻ ആ 11,800 കൊടുത്തത്. അത് കൊടുത്തോടൊപ്പം തന്നെ എൻ്റെ വളരെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു 9 പേരെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിലിപ്പോ എന്നോടൊപ്പം തന്നെ നല്ല അച്ചീവ്മെന്റ്, അതാണ് എന്നെ രണ്ടാമത് ഹാപ്പി ആക്കിയത്. മിസ്റ്റർ പ്രമോദ് സാറ്, പ്രജിത് സാറ്, അതോടൊപ്പം തന്നെ ദീപ മാഡം, രവിചേട്ടൻ, മാഡം, ഇപ്പൊ പുതുതായിട്ട് എന്റെ സുഹൃത്ത് ഉദീഷും കൂടി കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ 9 പേരിലൂടെ കടന്നു വന്നു. സെക്കൻഡ് റോ അതിലും ഹാപ്പിയാണ്. ഷാജു സാറ്, സോബി സാറ്, മനോഹർ സാറ്, അതുപോലെ തന്നെ വിജയലക്ഷ്മി മാഡം, ബാബു സാറ്, തിരുവനന്തപുരം. അങ്ങനെ ഒരുപാട് അച്ചീവേഴ്സിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇതിൽ ഈ ഒരു 3 ആഴ്ചത്തെ വരുമാനം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 73,888 രൂപയുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഈ വരുമാനം വാങ്ങാൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വരുമാനം ഞാൻ 9 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4,500 രൂപ അതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഷോപ്പിംഗ് പോയിന്റ്, അതിലെനിക്ക് 3,000 സംതിങ് ഷോപ്പിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ട് ഞാൻ ഏറ്റെടുത്തു. എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞവർക്കെല്ലാം ഞാനിപ്പോൾ ഓൺ ദ വേയിലാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. 2 ദിവസം തമിഴ്നാട് പോയിട്ട് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ നിന്നൊരു തീരുമാനത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവതുള്ള സമയം മുഴുവൻ നമ്മൾ പണിയെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗ്ലാപ്പോട് നമ്മൾ പറയുന്നു, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒന്നും പണിയെടുക്കേണ്ടത്. ഈ 2025, 2026 നിങ്ങൾ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പണത്തിന് പുറകെ ഓടുന്നത്, പണം നമ്മുടെ പുറകെ വരുന്ന വേൾഡ് വൈഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് ഈ ഗ്ലാപ്പോട്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത്രയും ഏൺ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി മാക്സിമം പഠിക്കാൻ, ഇത് എൻ്റെ ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് വിജയിക്കാൻ വേണ്ടി ഞാൻ ഇതിന് ജോമൻ സാറിനായാലും സജീവ് രാജ് സാറിനോടായാലും മാക്സിമം എൻ്റെ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുകയും ഞാൻ ആരെയും ആശ്രയിക്കാതെ എൻ്റെ ഒരു ബിസിനസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ പേരിലാണ് ഞാൻ ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇത് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആരെയും ആശ്രയിക്കാതെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു ബിസിനസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് 1-2 മാസം കൊണ്ട് നമുക്ക് ചവിട്ടി നിൽക്കാനും ഈ 2025 കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താനും നമുക്ക് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, വീടായിക്കോട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, കുട്ടികളുടെ മാരേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറെ സർവീസ്, എനിവേ
പണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിക്കും അതൊക്കെ നമുക്ക് നേടാനും ഒരുപാട് കുടുംബങ്ങളെ നല്ല സംതൃപ്തിയിലേക്ക് നയിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ജയ് ഗ്ലാപ്പോർട്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടു അല്ലെ? വെറും 3 ആഴ്ച കൊണ്ട് ഗ്ലാപ്പോർട്ടിൽ നിന്നും 73,888 രൂപ. അടിപൊളിയല്ലേ? ഇതേപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏതൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയാലും അവിടെ നമ്മൾക്കാണ്, നമ്മുടെ തീരുമാനമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളിപ്പോ ഒരു ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഓൾറെഡി അജിത് സാർ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ക്രീനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ജോമോൻ സാർ പറഞ്ഞ മാതിരി കോഡ് ഇൻകം ആയിക്കോട്ടെ, ജനറേഷൻ ഇൻകം, ഷോപ്പിംഗ് പോയിന്റ്സ് എല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നിങ്ങൾക്കും ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയും. വിശ്വസിക്കുക, വിശ്വസിച്ച് ഒപ്പം നിൽക്കുക. ബിസിനസ്സിനെ നമ്മൾ ബിസിനസ്സായി കാണുക. അതേപോലെ തന്നെ ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫുൾ സപ്പോർട്ടായി നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു അവസരം തന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആരാണെങ്കിലും ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു. അത് അവരുടെ ഒരു ഡ്യൂട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഗോഡ് ഗ്രേസ് എന്നൊക്കെ പറയണ പോലെ. സോ ഈ ഒരു അവസരത്തിന് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സക്സസ് ആയി മാറുക. അതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. ഇത്ര നേരം ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും നിങ്ങളുടെ ലൈഫ് സക്സസ് ആവട്ടെ, ഉറപ്പായും സക്സസ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Thank you very much. Good night all. Thank you, Jomon sir and Ajit sir. Thank you. Good night all.